ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാകുന്നു നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് ഭക്തൻ പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പിന്നെ രണ്ടാമത് പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദൈവഭക്തൻ ഇപ്രകാരം പറയുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തെ അനുഗമിക്കുന്നവൻ ആണ് പറയുന്നത്. ആമേൻ. അനുഗമിക്കുന്നവരുടെ വാക്കുകളാണ്. ലോകത്തെ അനുഗമിക്കുകയല്ല, ദൈവത്തെ അനുഗമിക്കുന്നത് തന്നെയാകുന്നു ഏറ്റവും വലിയ കാര്യം. ആമേൻ. നമ്മൾ ലോകത്തെ അനുഗമിക്കുന്നതിലുപരി കർത്താവിനെ അനുഗമിച്ചാൽ, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയിത്തീരും. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവമേൻ നമ്മുടെ ദൈവാന കർത്താവിനെ അനുഗമിച്ചു വന്ന ഹല്ലേലൂയ, ആമേൻ, ദാവീദ് ഭക്തൻ്റെ എഴുതിയ സങ്കീർത്തനമാകുന്നു 34. അതിൻ്റെ 10, 9, 10 വചനം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. 11 പറയുന്നത്, ബാലസിംഹങ്ങളും ഇരകെട്ടാതെ വിശദരയ്ക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഹല്ലേലൂയ. 9 പ്രകാരം, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ആരെക്കുറിച്ചാണ് ഭക്തൻ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിനെ ആരാധിക്കുകയും അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഞാൻ അല്പ നിമിഷത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്, ആമേൻ, 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 കരുതുന്ന ദൈവ മനുഷ്യനെ കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവ മനുഷ്യനെ കരുതുന്ന ദൈവം. നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ എത്ര പേർ ദൈവ മനുഷ്യരായിട്ടുണ്ട് മക്കളെ? ദൈവമക്കളായിട്ട് ആമേൻ, ദൈവ മനുഷ്യരായിട്ട് എത്ര പേരുണ്ട്? കരമൊന്ന് ഉയർത്താൻ പറ്റുമോ നമുക്ക്? ഹല്ലേലൂയ. ദൈവ മനുഷ്യനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ഇങ്ങനെ കര ഉയർത്തിയില്ലേ? ദൈവ മനുഷ്യരെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കര ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ ദുഃഖിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലോകത്തിലേക്ക് നോക്കിയപ്പോൾ ദുഃഖിപ്പിച്ച ഒരു കാര്യം എൻ്റെ മേലിങ്ങനെ കടന്നു വന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഇങ്ങനെ ഭൂമിയിൽ നോക്കിയ മനുഷ്യപുത്രന്മാരെ ഒക്കെ നോക്കിയപ്പോൾ മനുഷ്യപുത്രന്മാർ ഒക്കെ ഈ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് ദൈവം കാണുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന്. എന്നാൽ എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വാചന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യന്മാർ, അങ്ങനെ ദൈവം സ്ത്രീയെയും പുരുഷനെയും നോക്കിയേട്ടോ. നോക്കിയപ്പോൾ ഹല്ലേലൂയ, സ്ത്രീയെ കണ്ടില്ല. 1000 പുരുഷന്മാരിൽ ഒരാള് ആമേ പുരുഷനിലേക്ക് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കണ്ടെത്തിയപ്പോൾ സ്ത്രീ ആരെയും കണ്ടെത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്ത്രീകളെ, നമ്മുടെ ലേഡീസിനെ നമുക്ക് എപ്പോഴും ആലയത്തിൽ ആരാധനയ്ക്കും എല്ലാത്തിനും മുൻനിരയിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്നില്ലെന്നാണ് ദൈവം പറയുന്നത്. സ്ത്രീകളിൽ ഒരാളിനെ പോലും കാണുവാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ സഭയുടെ യോഗത്തിൽ നിന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന ആലോചന നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, അത് യൂട്യൂബിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് യൂട്യൂബിലെന്നും ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ അനേകർ നമ്മളെ ഈ മെസ്സേജിനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ഇസ്രായേലിലും അമേരിക്കയിലും ഉള്ളവരാണ് കൂടുതൽ നമ്മളെ. പ്രൈസ് ദി ലോർഡ്. മലയാളീസ് അവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ചിന്താവിഷയങ്ങളേക്ക് അവർ സസൂക്ഷ്മം മനസ്സിലാക്കുന്നവർ. ഹല്ലേലൂയ.
പ്രത്യേകാല് അത് ഈ നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കുന്നത് വേറെ ലോകത്തെക്കുറിച്ചൊന്നുമില്ല, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അല്ല ലോകത്തിലെ ലോകസംഭവങ്ങളോ അല്ലെങ്കിൽ ലോകസംഭവമല്ല, രാഷ്ട്രീയ കാര്യങ്ങളല്ല, നമ്മുടെ ദൈവ മനുഷ്യനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കൂടെ വരുന്ന അതിൽ ആരൊക്കെയാണ് ഇത് വാച്ച് ചെയ്തതെന്ന് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോകത്തിൽ നിന്ന് ആരൊക്കെയാണ് വാച്ച് ചെയ്യുന്നത്, അതിൽ ലേഡീസ്, ജെൻസ്, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ളവർ ഇത് വാച്ച് ചെയ്യുന്നു. 25 മുതൽ 34 വയസ്സ് വരെയുള്ള ആരും ഇത് വാച്ച് ചെയ്യുന്നില്ല എന്ന് അതിൽ കാണിക്കുകയാണ്. ഒറ്റ മനുഷ്യൻ പോലും 24 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ആരുമില്ല. എന്നാൽ 34 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഉള്ളവർ വാച്ച് ചെയ്യും. 99% പേര് ജെൻസ് വാച്ച് ചെയ്യുന്നുണ്ട്, ലേഡീസ് ആരുമില്ല. ചിലപ്പോൾ 1% കാണിക്കും, 1%. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിൻ്റെ ദൈവവചനം കേൾക്കുവാൻ എത്ര പേര് മനസ്സ് വയ്ക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ലേഡീസും ജെൻസും, ഹല്ലേലൂയ. ലേഡീസ് എത്ര ശതമാനം ദൈവത്തിൽ മനസ്സ് വയ്ക്കുന്നുണ്ട്, ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവത്തോടു കൂടി ഇരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ. നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിലുപരി, നമ്മളെ കുടുംബത്തിൽ ആശ്രയിക്കുന്നതിലുപരി ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ, 99%. ഞാൻ കള്ളം പറയുന്നതല്ല. ആമേൻ. അവർക്കറിയാം, ആമേൻ, സോഷ്യൽ മീഡിയ നടത്തുന്ന അവർക്കറിയാം ആരൊക്കെയാണ് ഇതിൽ എടുക്കുക, ഏത് സ്റ്റേജിൽപ്പെട്ടവരാണ്. എന്നാൽ 55 വയസ്സ് മുതൽ മേൽപോട്ടുള്ള ആരും ഇത് തൊടുന്നില്ല. ആമേൻ. അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞൊരു സാരാംശം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണം, എന്നാൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ സാധിക്കത്തുള്ളൂ. നമ്മൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിലൂടെ ഈ ദൈവവചനം അങ്ങ് കളയുകയാണെങ്കിൽ ദൈവത്തിൽ നമുക്കൊന്നും പ്രാപിച്ചെടുക്കുവാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിലെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മൾ അതുകൊണ്ട് ദൈവത്തോടു കൂടെ നമ്മളെല്ലാവരും നടക്കണം, ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരരുത്. നമ്മളെ സ്തോത്രം. ഇന്ന് നമ്മൾ പലപ്പോഴായി പലതരത്തിലുള്ള ആത്മീയ ദൈവാലോചനകളിലേക്ക് നമ്മൾ പലപ്പോഴായി ഈ സഭയിൽ നമ്മൾ ചിന്തിച്ചു പോയിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിടുന്ന് ഇട്ടിരിക്കുന്നത് കൊണ്ട് ആമേൻ, ഇന്നലെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത കാര്യം നാളെ നമുക്ക് വീണ്ടും എടുത്ത് നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്താകുന്നു പഠിപ്പിച്ചത്, എന്ത് ആലോചനയാകുന്നു? ആധുനിക പഴയ കാലത്തിൽ ഭക്തന്മാർ മുതിർന്നവരോട് നീ എന്ത് ആലോചന ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് ആർത്തിയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അപ്പോഴപ്പോഴും കാണുന്നത് പോലെ പോകേണ്ടവരില്ല. ദൈവവും നമ്മളുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തി പോകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നല്ല നല്ല സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ട്. നല്ലതിനെ നമ്മൾ മുറുകെ പിടിച്ച് തീയതിനെ അങ്ങ് പുറത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആമേൻ. ഇന്ന് സ്തോത്രം. എന്ന പകൽക്കാലത്തിൽ പിന്നെയും നമ്മുടെ ചിന്താഭാഗങ്ങളിലേക്ക് നമ്മൾ നമുക്ക് ഒരുമിച്ച് മടങ്ങി വരാം. 34 സങ്കീർത്തനത്തിൻ്റെ 9ഉം 10ഉം നമ്മൾ എന്താ വായിച്ചത്? അവിടെ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്കിടെ ജീവിതത്തിൽ മുട്ട് വരാതിരിക്കണമെങ്കിൽ ആമേൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ, അവൻ്റെ വിശുദ്ധിയുടെ വഴികളിൽ അവൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ നടക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരം കൊടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ.
ഒന്ന് പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ, നിർമ്മതരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ നമ്മുടെ കർത്താവായ യേശു അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ 34-ാം സങ്കീർത്തനത്തിന്റെ 9-ഉം 10-ഉം 11 യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. നമ്മൾ ദൈവ മനുഷ്യന്മാരായി ജീവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുട്ടില്ലാതെ ഇരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ എന്താണ്? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അവിടെ ആമേൻ ദൈവത്തെ, കർത്താവായ യേശുവിനെ, യേശു നല്ല ഇടയൻ, ആ കർത്താവിൽ ആശ്രയിക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവന് ആ രാജാവായിരുന്നാലും ആ പ്രജകളായിരുന്നാലും അവർക്ക് ഒന്നിനും മുട്ടുവരത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം. ആവർത്തന പുസ്തകം 2:7 വായിച്ചാട്ടെ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ആവർത്തന പുസ്തകം പ്രൈസ് ദി ലോർഡ് 2-ാം അധ്യായം അതിൻ്റെ 7 വായിക്കുമ്പോൾ അവിടെ ആമേൻ ഇസ്രായേൽ മരുഭൂമിയിലൂടെ കടന്നുപോയ ഒരു സംഭവത്തെ വിവരിച്ചു. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല. അങ്ങനെ നാം നേരിൽ കൂടിയിരുന്ന ഏശാവിന്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് സ്തോത്രം. ആമേൻ. ഇസ്രായേൽ മക്കളെ കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ആമേൻ ഒരു സമയത്ത് മിസ്രൈമില് അടിമത്തത്തിലിരുന്നു. എന്നാൽ അടിമത്തത്തിലിരുന്ന ആമേൻ ഇസ്രായേൽ അവരെ അടിമ വീട്ടിൽ വെച്ച് അവരെ ഞെരുക്ക നിമിത്തം, അവരുടെ ബുദ്ധിമുട്ടുകൾ നിമിത്തം അവർ ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ അവരുടെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ഞെരുക്കങ്ങളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന് അവരെ വിടുവിപ്പാനായി ഹല്ലേലൂയ തൻ ദൈവമെന്ന കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് മരുഭൂമി ആമേൻ ആ ദൂതനായിരുന്നുവല്ലോ മോശ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കനാനിലേക്ക് കൊണ്ടുപോകുന്ന യാത്രാമധ്യേ ആമേൻ യാത്രയിൽ 40 വർഷം അവർ മരുഭൂമിയിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ മരുഭൂമിയിലൂടെ 40 വർഷം കനാനിലേക്ക് പ്രയാണം ചെയ്തു എന്ന ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ മരുപ്രയാണത്തിൽ കഷ്ടപ്പാടും, മരുഭൂപ്രയാണം എന്ന് പറയുമ്പോൾ എന്താണ്? മരുഭൂമി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? മരുഭൂമി ഒന്ന് കണ്ടിട്ടൊക്കെ നമുക്ക് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ മരുഭൂമിയിൽ പാർക്കുന്നത് ഹല്ലേലൂയ വൈഷമ്യമേറിയതാണ്. അമ്മ അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, വീടില്ല, ഹല്ലേലൂയ പാർപ്പിടമില്ല, ആമേ നമുക്കൊന്നും ലഭിക്കത്തില്ല, ധാന്യമില്ല, യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥാനമാണ് ഹല്ലേലൂയ ആമേൻ മരുഭൂമി. ആ മരുഭൂമി കടന്നു പോയവരാണ് ഇസ്രായേൽ മക്കൾ. ഹല്ലേലൂയ ആമേൻ. നമ്മളൊക്കെ ഓരോരുത്തരും ചോദിക്കും, ഇസ്രായേൽ മക്കളെ എന്തിന് ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി? ഹല്ലേലൂയ എന്തിന് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ദൈവം പറയുന്നത് ആമേൻ ഒരു സമയത്ത് അവർ മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ വളരെ സമൃദ്ധിയുള്ള മിസ്രൈം
മിസ്രൈമിൽ ഇറച്ചിയുണ്ട്, ചീരയുണ്ട്, പരിപ്പുണ്ട്, പയറുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അടിമത്വത്തിലാണ് ഇസ്രായേൽ ആയിരുന്നത്. എന്നാൽ അടിമ വീടാകുന്ന, അവരെ അടിമപ്പെടുത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി ദൈവം അവിടെ നിന്ന് അവരെ പുറപ്പെടുവിച്ച് കനാലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതിനാകുന്നു മോശയെ നിയമിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ മോശയിലൂടെ ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് കനാനിലേക്ക് അവർ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ദൈവം അവർക്ക് മുൻപായി ഉണ്ടായിരുന്നു. ഇല്ലേ? ദൈവം നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുട്ട് വരുമോ? ഇല്ല, മുട്ട് വരത്തില്ല. മരുഭൂമിയല്ല, നിർജ്ജന പ്രദേശമല്ല, വരണ്ടയിടമല്ല, കൂട്ടുകാരോ നാട്ടുകാരോ ഇല്ലാന്നിരിക്കട്ടെ, സ്നേഹിതരില്ല എന്നിരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളൊന്നും ഇല്ല എന്നിരിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തോടു കൂടെ നടക്കുന്നുണ്ടോ? എന്നാൽ എല്ലാം നമുക്ക് നൽകുന്ന ഒരു ദൈവം, നമ്മുടെ ഒരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ആ കർത്താവാകുന്നു ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാലിലേക്ക് കൊണ്ടുപോയത്. ആമേൻ. അവരുടെ ആ യാത്രാമധ്യേ അവരുടെ ജീവിതത്തിൽ മരുഭൂമിയല്ലേ, ആമേൻ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. പലപ്പോഴായി ഈ മരുഭൂമിയുടെ അവസ്ഥ കാണുമ്പോൾ ഇസ്രായേൽ തന്നെ വളരെ ഭയപ്പെടുവാനിടയെത്തീർന്നു. ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടിട്ട് മോശയോട് പലപ്പോഴും പിറുപിറുപ്പാനിടയെത്തീർന്നു. ആമേൻ, ഹല്ലേലൂയ. നീ ഞങ്ങളെ മരിപ്പാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. പലപ്പോഴും ആ ഇസ്രായേൽ മക്കൾ മോശയോടും ദൈവത്തോടും മറുതലിച്ച് പറഞ്ഞ വാക്കുകളാണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഇവിടെ ഈ മരുഭൂമിയിൽ മരിപ്പാൻ കൊണ്ടുവന്നത്? മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേലിനെ അവിടെ അങ്ങനെ കൊണ്ടുവന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഈ മരുഭൂമി കടക്കുന്നവൻ മാത്രമേ ദൈവത്തോടുകൂടെ നടക്കത്തുള്ളൂ. ദൈവം അവനോട് കൂടെ ഉണ്ടാകത്തുള്ളൂ. മരുഭൂമി ഈ മരുഭൂമി തന്നെ കഷ്ടം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടമുണ്ട്, ഒരുപാട് നഷ്ടം, ഒരുപാട് ഭാരം, ഒരുപാട് വേദനകൾ, നിരാശ, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വിഷയങ്ങൾ, അനവധി നിരവധിയൊക്കെ കയറി വരും. ഇതിനെ നമ്മൾ ജയിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു കഷ്ടത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. കഷ്ടത്തിലൂടെ മാത്രമേ ഒരു നിത്യതയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കഷ്ടത്തിലൂടെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കഷ്ടമുണ്ട് ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരുന്നു. കർത്താവ് നമുക്ക് മുൻപ് നടക്കുന്ന കർത്താവ് യേശു ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തന്നെ അനുഗമിക്കുന്ന ജനത്തോട് പറയുന്നതിലൂടെ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്കും മരുഭൂമിയിലൂടെ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് കാഴ്ചയാലുണ്ടായി. എന്നാൽ വിശ്വാസത്താൽ അവർ നടക്കാത്തത് കൊണ്ട് പലപ്പോഴായി അവർ ഒരുപാട് പരീക്ഷിക്കപ്പെടുവാനിടയെത്തുന്നു. പലപ്പോഴായി അവർ പിറുപിറുപ്പിൻ്റെ നടുവിൽ മോശയോട് നിലവിളിച്ചു. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവം അവർക്ക് അതാത് സമയങ്ങളിൽ വെള്ളം ഇല്ലാതെ വരുമ്പോൾ വെള്ളം തുറന്നു കൊടുക്കുവാനിടയെത്തീരും, വെള്ളം നീരുറവുകളെ തുറന്നു കൊടുക്കുവാനിടയെത്തീരും. ഹല്ലേലൂയ. ആമേൻ. മാംസം തിന്നുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അവർക്ക് മാംസത്തെ അവർക്ക് പകർന്നു കൊടുക്കുവാനിടയെത്തീർന്നു. ഹല്ലേലൂയ. എന്നാൽ അപ്പമില്ലാതിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, വിശക്കുന്ന സമയത്ത് അവർക്ക് സ്വർഗീയ ഭോജനത്തെ അവർക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ആമേൻ, ദൈവം വിളിച്ചിറക്കിയ മനുഷ്യർക്ക് ഒന്നിനും മുട്ടില്ലാതെയാണ് ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ. അതേപോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം നടത്തുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ കാഴ്ചയാലുള്ളവരെ കാണുന്നതിനെ മുറുകെ പിടിക്കുന്നതിനുപരി നമ്മുടെ ദൈവം നമ്മളെ നടത്തും. പലപ്പോഴായി ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തിലെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് ഞാൻ എപ്പോഴും ഒരുപാട് കാശൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് പലപ്പോഴായി കാശൊക്കെ പലപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും എപ്പോഴും ഞാൻ കടം വാങ്ങി പോകുന്നൊരു സ്വഭാവമുണ്ട്.
എപ്പോഴും കടക്കാനായിരിക്കും, കാശിഷ്ടം പോലെ കിട്ടും. പക്ഷെ എങ്കിലും നമ്മൾ ചെറിയൊരു കടത്തിന് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പലപ്പോഴായി എപ്പോഴെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവാസികളുടെ പറയും, അമ്മേ കർത്താവ് അമ്മേ നമുക്ക് അതിൻ്റെ ശേഷിയില്ലാതിരിക്കുമ്പോൾ അമ്മേ ദൈവം നടത്തും, ദൈവം നടത്തും. അങ്ങനെ ദൈവം നടത്തും എന്നുള്ള പ്രത്യാശയാണ് ഇന്നുവരെയും നമ്മളെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ഒന്നിനും നമുക്ക് മുട്ടില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. നമ്മൾ ഇവിടെ വെച്ച് കേൾക്കുന്നത് മാത്രമല്ല, നമ്മൾ ദിനംപ്രതി ദൈവത്തോടുകൂടെ നടക്കണം. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞു ലേഡീസ് ദൈവത്തോടുകൂടെ നടക്കുന്നില്ല, ജെൻസ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന്. ബൈബിളിനടുത്ത് വായിച്ചു നോക്കിയാൽ ഒരുപാട് ലേഡീസ് ദൈവത്തോടുകൂടെ നടന്നു. പ്രവാചികൾ വരെ ഇതിനകത്തുണ്ട്, പ്രവാചികളുണ്ട്. ആമേൻ. ദബോറ പ്രവാചകി, ദബോറ അമ്മയെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് കേട്ടാ. സ്തോത്രം. ന്യായാധിപന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ദബോറയെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോടു കൂടെ നടന്നവർ ഒക്കെയാണ് അവരൊക്കെ. ഹന്ന, മിരിയാം, അമ്മേ സബത്ത്, ഇങ്ങനെ ഒരുപാട് പേര്. നമുക്ക് എസ്തേർ, ആമേ ദൈവശബ്ദം കേട്ട് ദൈവവചനം കേട്ട് ദൈവവചനത്തിൽ നമ്മൾ അല്പമായി കേൾക്കുന്നത് അതിനെ മുറുകെ പിടിച്ച് നമ്മൾ ദൈവം നടത്തും, ദൈവം നടത്തും, ദൈവം നടത്തും. നമ്മൾ ഒരു നാളിൽ ഈ ലോകം വിട്ടു പോകും. എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എനിക്കൊരു സാക്ഷ്യം ഉണ്ടാകണം കേട്ടോ. നിങ്ങളേക്ക് വലിയൊരു സാക്ഷി എനിക്ക് പറയണം. നിങ്ങളുടെ ദൈവാസൻ ചിലപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ നേരത്തെ പോകുന്നത്. നിങ്ങൾക്ക് ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കും. നമ്മുടെ ദൈവാസൻ ആമേ ഞങ്ങളുടെ മുമ്പിൽ നല്ല മാതൃകയിലായിരുന്നു. നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതിൽ നിങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് എനിക്കും ഉണ്ടാകണം. സ്തോത്രം. നല്ലൊരു യാത്രയപ്പ്. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ നല്ലൊരു യാത്രയപ്പ്. സ്തോത്രം. ഇന്ന വ്യക്തി, ഇന്ന സിസ്റ്റർ, ഇന്ന ബ്രദർ എപ്രകാരമായിരുന്നു ദൈവസന്നിധിയിൽ, ദൈവത്തോടു കൂടെ എത്രത്തോളം ഉണ്ടായിരുന്നോ. ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർത്താവ് നമ്മൾ ആരിവിടെ കണ്ടില്ലേലും സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ആമേൻ. പലപ്പോഴായി നമ്മുടെ സന്ദേശങ്ങളെ പലരും കേൾക്കുന്നവർ, വാച്ച് ചെയ്യുന്ന സിസ്റ്റേഴ്സ് പലപ്പോഴും വാച്ച് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരെക്കുറിച്ച് നമുക്കറിയാം. അവർ നോക്കിയിട്ട് അങ്ങ് തട്ടിയങ്ങ് മാറ്റും. സ്റ്റിപ്പ് എന്താ പറയുന്നത്, മാറ്റുന്നത് എന്താ അതിന് പറയും, സ്റ്റിപ്പ് ചെയ്തങ്ങ് മാറ്റും. ഒരുപാട് കാണാൻ വേണ്ടി ഇങ്ങനെ മാറ്റും. ഒരു കുറച്ചെങ്കിലും ഒരു സന്ദേശത്തിലൂടെ കേൾക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോടു കൂടെ നമ്മളുണ്ടോ, ദൈവം നമ്മളെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി, മരുഭൂമിയാണെങ്കിൽ മന്നമൊരുക്കം, നിർജ്ജന പ്രദേശത്തും എല്ലായിടത്തും എല്ലാ സമൃദ്ധിയും കർത്താവ് നൽകും എന്നാണ് ദൈവം എന്ന കർത്താവ് പറയുന്നത്. ആമേൻ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും മുട്ടുവരത്തില്ലെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം ഹല്ലേലൂയ 4 മുതൽ 4, 5, 6 വചനം വായിക്കുമ്പോൾ അവിടെ ഒരു ദൈവമനുഷ്യനാകുന്ന ആമേൻ ഒരു ഏലിയാവിനെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ ചരിത്രം ഏത് കാലഘട്ടത്തിലാണ്? ആഹാബ് ഇസബേല് ഇസ്രായേൽ വാഴുന്ന ആ കാലഘട്ടത്തിലാകുന്നു ഏലിയാവിൻ്റെ ചരിത്രം കിടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏലിയാവിനെ നമ്മൾ നോക്കുമ്പോൾ ഏലിയാവ് ദൈവത്തോടുകൂടെ നടന്ന ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഏലിയാവിനെ നടത്തിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏലിയാവ് അതിൻ്റെ 17-ന്റെ 4 വചനം 4 മുതൽ ഒന്ന് വായിച്ചേട്ടെ. ആമേൻ. അവിടെ ദൈവമനുഷ്യനാകുന്ന ഏലിയാവിനെ കരുതുന്ന ഒരു ദൈവത്തെ അവിടെ കാണുവാൻ കഴിയും. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആ വചനത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിയായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന
ആമേൻ അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇപ്രകാരം ആഹാബ് ഇസബേലിൻ്റെ കാലം ഇസ്രായേല് ആമേൻ ദൈവത്തെ വിട്ട് ആമേൻ വാൽ വിഗ്രഹങ്ങളുടെ പുറകെ പോയിരിക്കുന്ന കാലം. ഇസ്രായേല് ലോകപ്രകാരം ദൈവത്തെ വിട്ട് ലോകപ്രകാരം ജീവിക്കുന്ന കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകപ്രകാരം ഇസ്രായേൽ ജീവിച്ചാൽ എന്താ സംഭവിക്കും? നമുക്ക് ആഹാരം കിട്ടുമോ? ആഹാരം കിട്ടത്തില്ല, മുട്ടുണ്ടാകും, ദേശം വരണ്ടു പോകും. അങ്ങനെ ദൈവം നോക്കിയപ്പോഴാണ് ഇസ്രായേൽ മക്കളൊക്കെയും ബാൽ വിഗ്രഹങ്ങളുടെ പുറകെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കാനോ ഒന്നും ആർക്കും തയ്യാറല്ല. ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും ആനന്ദിച്ചൊക്കെ ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ലോകപ്രകാരമുള്ള കാര്യങ്ങൾ കാണുവാനാണ്. ദൈവപ്രകാരമുള്ളത് താല്പര്യക്കുറവ്. ഹല്ലേലൂയ. അഥവാ കേട്ടാൽ നാമധേയമായിട്ട് അല്ലെങ്കിൽ ചുരുക്കമായിട്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് വേഗത്തിൽ അങ്ങ് മാറിക്കളയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, അങ്ങനെ ലോകപ്രകാരം പോയാൽ ദൈവം നമ്മളെ കൈവിടുവാനിടയിൽ തീരും. നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയെല്ലാം മാറി, നന്മയെല്ലാം മാറി നമുക്ക് മുട്ടുവരുവാനിടയിൽ തീരും. നമ്മുടെ ജീവിതത്തിൽ മുട്ടുണ്ടാകും. നേരത്തെ നമ്മൾ ഭക്തൻ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒരു മുട്ടും വരത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട് ഉണ്ടാകത്തില്ല. ആ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ ഇടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ദൈവത്തോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുട്ടുവരും. അങ്ങനെ ഇസ്രായേലില് ഇസ്രായേൽ മക്കള് ആഹാബിന്റെ കാലഘട്ടത്തിൽ ആഹാബ് രാജാവ് ബിംബാരാധനയൊക്കെ പഠിപ്പിച്ച് ദേശത്തിൽ ബാൽവിഗ്രഹങ്ങളെയൊക്കെ സ്ഥാപിച്ച് ആശീര പ്രതിഷ്ഠകളെയൊക്കെ സ്ഥാപിച്ച് ജനത്തെ വഴിതെറ്റിച്ചപ്പോൾ ദൈവം അവരെ കൈവിടാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ദൈവം അവരുടെ ദേശത്തിൽ അപ്പം എന്ന കോലിലേക്ക് ഓടിച്ച് അവർ ക്ഷാമം വരുത്തുവാനിടയിൽ തീർന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഏലിയാവിനെ അയച്ചിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിൽ ആഹാബ് രാജാവിനോടെന്ന് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഏലിയാവ് എന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഒന്നും ഉണ്ടാകത്തില്ല എന്ന്. ഹല്ലേലൂയ. മഴയും മഞ്ഞും ഉണ്ടാകണമെങ്കിലും, സമൃദ്ധി ഉണ്ടാകണം, ധാന്യം ഉണ്ടാകണമെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് മുട്ടില്ലാതിരിക്കണമെങ്കിൽ ദൈവമനുഷ്യൻ പറയണം, ദൈവം പറയണം, ദൈവം അത് അറിയണം. ദൈവം അനുവദിച്ചാലേ നമുക്കൊക്കെ ലഭിക്കത്തുള്ളൂ. നമ്മൾ ലോകപ്രകാരം സ്കിപ്പ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ തെറിച്ച് ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്ത് സംഭവിച്ചു? ഏദൻ തോട്ടത്തിൽ എല്ലാ നന്മയും മനുഷ്യന് വേണ്ടുന്നതൊക്കെ ഒരുക്കി വെച്ചിട്ട് ദൈവം അങ്ങോട്ട് പോയി. അപ്പോ സ്തോത്രം, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ ആദാവും ഹവ്വയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ നന്മയും ഉണ്ടായിരുന്നു. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പയറുവർക്കം, പഴവർക്കം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവവചനം ചാത്താമെന്ന് പറഞ്ഞ് നീ എന്നെ സ്റ്റിപ്പ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ നോക്ക്. ദൈവം പറഞ്ഞതിനെ ഒന്ന് സ്റ്റിപ്പ് ചെയ്ത് എന്താ അത് പറഞ്ഞത്? ഫോണിൽ സ്കിപ്പ് ചെയ്യുക ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. തട്ടി മാറ്റി പുതിയ കാര്യങ്ങൾ, പുതിയ തലങ്ങളിലേക്ക്, നമുക്ക് പുതിയ കാഴ്ചയിലേക്ക് പോകാം, ലോകപ്രകാരമുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഹല്ലേലൂയ. ദൈവം കൈവിടുവാനിടയിൽ തീരും. എന്നാൽ ഹല്ലേലൂയ, ആ കാലഘട്ടത്തിൽ ആഹാബിനോട് പറയുന്ന കാര്യം, ഏലിയാവ് പറയുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിൽ മഴയും മഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ദൈവം ആ മനുഷ്യൻ പറഞ്ഞ വാക്കിൻ പ്രകാരം ദേശത്തിൽ 4 വർഷം വരെ മഴയും മഞ്ഞൊന്നും ഉണ്ടായില്ല. ആകെ ദേശം മുഴുവനും ക്ഷാമത്തിലായി. പ്രൈസ് ദി ലോർഡ്. രാജാവ് ആകെ ബുദ്ധിമുട്ടിലായി. ഹല്ലേലൂയ. ലോകപ്രകാരം പോയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞ ബുദ്ധിമുട്ടിപ്പിച്ച ഏലിയാവിനെ എവിടെ കണ്ടാലും കൊല്ലണമെന്നൊക്കെ രാജാവിന് തോന്നി. സേവകന്മാരെ അയച്ച് ഏലിയാവിനെ എവിടെ വെച്ച് കണ്ടാലും അവനെ കൊല്ലണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാകുന്ന ഏലിയാവിന് വിരോധമായിട്ട് അധിപതി ആകുന്ന ആഹാബ് സഭയിൽ എഴുന്നേറ്റപ്പോഴാകുന്നു ദൈവ മനുഷ്യനെ ആകുന്ന ഏലിയാവിനെ കെരീത്ത് തോട്ടിനരികെ അവനെ സംരക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സംരക്ഷിക്കുമ്പോഴാകുന്നു അവിടെ ദൈവ മനുഷ്യരോട് സംസാരിക്കുന്നത്. വായിച്ചാൽ സിസ്റ്ററെ, അതാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്.
ദൈവം പറയുന്ന കാര്യമാണ്. ആമേൻ. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ ഏലിയാവിന് അരുളപ്പാടുണ്ടായിരുന്നാൽ നീ ഇവിടെ ഈ കെരീത്ത് തോട്ടിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കേയുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. നിനക്ക് ആഹാരം തരേണ്ടതിന്. ദേശം ക്ഷാമത്തിലാണ്. ഇസ്രായേൽ ഇപ്പോൾ ക്ഷാമത്തിലാണ്. മഴയും മഞ്ഞൊക്കെ നിന്നു. ദൈവമനുഷ്യനെ കരുതുവാൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്രകാരം ഞാൻ പറഞ്ഞ ആ വചനത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിലുണ്ടോ? നമ്മുടെ ദേശം ആമേൻ ക്ഷാമത്തിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലാണോ? നമ്മുടെ കുടുംബം, ഹല്ലേലൂയ, നമ്മളെ നടത്തുന്നവർ, നമ്മൾ ഹല്ലേലൂയ ഞെരുക്കത്തിന്റെ എന്തെങ്കിലും നടുവിലാണോ? നമ്മുടെ ദൈവത്തോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം നടത്തും. ഹല്ലേലൂയ. നമുക്ക് സംരക്ഷണം നൽകും, നമുക്ക് രക്ഷ നൽകും, ആഹാരം നൽകും, വേണ്ടുന്ന എല്ലാ പരിരക്ഷയും നൽകും. ദൈവ മനുഷ്യനെ ദൈവം കാവൽ ചെയ്യേണ്ടത്, കാക്കുവരേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ ഏലിയാവിനെ കുറിച്ച് ആമേൻ കുറച്ച് നാള് കെരീത്ത് തോട്ടിന്റെ കരയിൽ ഏലിയാവിനെ കാത്തു. അവന് വേണ്ടുന്ന ആഹാരങ്ങളൊക്കെ ദൈവം കാക്കയിലൂടെ അയച്ചു കൊടുക്കാനിടയിൽ തീർന്നു. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ കാക്കയുടെ വരവും ഒക്കെ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. പിന്നെ കെരീത്ത് തോട്ടിന്റെ ഒഴുക്ക് നിൽക്കുവാനിടയിൽ തീർന്നു. അതിനുശേഷം ആ ദൈവഭക്തനാവുന്ന ഏലിയാവിനെ സാരാപത്തിലെ വിധവയുടെ അടിയിലേക്ക് നടത്തുവാനിടയിൽ തീർന്നു. സാരാപത്തിലെ വിധവയുടെ ഭവനത്തിൽ. അവിടെ സാരാമേ ഏലിയാവിനെ കാക്കേണ്ടതിന് അവിടെ സാരാപത്തിലെ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ദൈവമനുഷ്യൻ അവിടെ കരുതുന്ന കാലത്തിൽ നമ്മെ കരുതുവാൻ മധ്യമാണ് ദൈവം. നമുക്ക് ലോകത്തിലെ ഏതൊക്കെ വഴികൾ വാതിലുകളൊക്കെ അടഞ്ഞു കിടന്നാലും ദൈവം നമുക്ക് പുതിയ വാതിലിലേക്ക് തുറന്ന ദൈവം നമുക്ക് വേണ്ടുന്നതൊക്കെ നൽകുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്തോത്രം 2 രാജാക്കന്മാർ പുസ്തകം 4:1 ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. അവിടെ ഏലീശയുടെ കാലമാണ്. ഏലിയാവിന് ശേഷം ഏലീശയുടെ കാലത്തില് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഏലീശയുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ് എന്നൊരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 4:1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണണം, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. യഹോവ ഭക്തനായിരുന്നു. അറിയാമല്ലോ. സ്തോത്രം. മതി, നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എലീശയുടെ കാലഘട്ടത്തില് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ വന്ന് പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു എലീശയുടെ പുറകിൽ. അവരുടെ ഒരു പ്രവാചകൻ മരിച്ചുപോയി, അവരുടെ ഭാര്യ വന്നിട്ട് ഹല്ലേലൂയ
ആമേൻ. Praise the Lord. Hallelujah. ആ വചനം ഒന്ന് വായിച്ചാലും ശ്രീ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ആഹാ എലീശയോട് നിലവിളിച്ചു, ആ നിന്റെ ദാസനായ എന്റെ ഭർത്താവ് ആ മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ആ ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയില അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്ന് അവൾ പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോട് വെറുംപാത്രം അയൽക്കാരോടൊക്കെ മതി. സ്തോത്രം. അവിടെ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ എലീശയോട് നിലവിളിപ്പാനിടയെ തീർന്നു. അപ്പോൾ എലീശ വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന്മാരുടെ ദൈവ മനുഷ്യന്മാരുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ദൈവ മനുഷ്യൻ എന്ന് പറയുമ്പോൾ വലിയ സമൃദ്ധിയൊന്നുമുള്ള മനുഷ്യരായിരിക്കത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് ദൈവമക്കൾ. ഒരുപാട് കഷ്ടമൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ദൈവമക്കൾ, ദൈവ മനുഷ്യന്മാർ. അവരുടെ നടുവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ദൈവം നടത്തുന്നുണ്ട്. എന്നാൽ പ്രവാചക ശിഷ്യൻ മരിച്ചുപോയ ശേഷം അവൻ്റെ ഭാര്യ പ്രവാചകനോട് വന്ന് ഹല്ലേലൂയ, എലീശ പ്രവാചകനടുത്ത് വന്ന് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ ഭർത്താവ് നിന്റെ പ്രവാചക ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ഹല്ലേലൂയ, ആകെ ഞങ്ങളെ നടത്തുവാൻ ഇപ്പോൾ ആരുമില്ല, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല, ഞങ്ങളെ സംരക്ഷിപ്പാൻ ആരുമില്ല, ഞങ്ങൾക്ക് നൽകുവാൻ ആരുമില്ല. പ്രവാചക ശിഷ്യൻ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാം ലഭിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ആരും കൊണ്ടുതരാനില്ല, ഞങ്ങളെ സംരക്ഷിക്കുവാൻ ആരുമില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ കടം മൂത്തിട്ട് ഞങ്ങളുടെ കടക്കാർ വന്ന് ഞങ്ങളുടെ പൈതങ്ങളെ അടിമയാക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നുവെന്ന് പ്രവാചകനോട് പറയാനിടയിൽ തീർന്നു. എലീശയോട് പറയവരുടെ തീർന്നു. അപ്പോൾ എലീശ പറഞ്ഞ എന്താണ്? നിന്റെ ഭവനത്തിൽ എന്താ ഉള്ളത്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണ മാത്രമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ഭരണി എണ്ണ. ഹല്ലേലൂയ, ഏലിയാവ് പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ കടം ഹല്ലേലൂയ തീർത്തു തരുന്ന, ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ഒരു ദൈവം അവിടെ ഉണ്ട്. ആ ദൈവം പറഞ്ഞു, ആ ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു, നീ വീട്ടിൽ ചെന്ന് അയൽവക്കത്തെ പാത്രങ്ങളൊക്കെ വാങ്ങി കൂട്ടി വെച്ച് ഈ എണ്ണ അതിലേക്ക് പകരുക, നിറഞ്ഞു വരുന്ന എണ്ണ മാറ്റി വയ്ക്കുക. അങ്ങനെ എല്ലാ പാത്രങ്ങളിലും അവർ നിറച്ചു. എല്ലാ പാത്രങ്ങളും നിറഞ്ഞ ശേഷം അങ്ങനെ ഉള്ള വരവ് ദൈവ മനുഷ്യൻ പറഞ്ഞ പ്രകാരം വർദ്ധിച്ചു വന്ന എണ്ണ നിന്നുപോയി ദൈവജനത്തിലൂടെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് തീർക്കുവാനിടയിൽ തീർന്നു. പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ സങ്കടം, ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്, ഞെരുക്കത്തിലാണ്, ഇല്ലായ്മയുടെ നടുവിലാണ്, കടഭാരത്തിന് നടുവിലാണ്, മുൻപോട്ട് പോകാൻ നിർവാഹമില്ല. കടക്കാരൊക്കെ കടക്കണി പിടിച്ചിട്ട് കടം മോത്തിട്ട്, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ നടുവിൽ എണ്ണ വിറ്റ് കട തീർക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അവരുടെ എണ്ണയെ വർദ്ധിപ്പിച്ചു കൊടുത്ത ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 8 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ, വേഗത്തിൽ നമുക്ക് വിരാമം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ യേശുവിനെ പിന്തുടർന്ന്, നമ്മുടെ കർത്താവായ യേശുവിനെ പിന്തുടർന്നു വന്ന ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ
സഹോദരനായ അന്ത്രയോസ് അവനോട് ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും 20 ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. ആ സന്ദർഭത്തെ കുറിച്ച് നമ്മൾ വിവരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ കർത്താവായ യേശു താൻ ഈ ലോക ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിന് നടുവിൽ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരും അവരെ അനുഗമിച്ചു വന്ന വലിയൊരു പുരുഷാരവും ഉണ്ടായിരുന്നു. അവരെ അനുഗമിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം അവരുടെ കർത്താവ് അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നു. അവരെ അനുഗമിച്ച് വരുമ്പോഴാകുന്നു ആമേൻ ഹല്ലേലൂയ പലപ്പോഴായി ആമേൻ അവർക്ക് ആഹാരം കൊടുക്കണം എന്നുള്ളൊരു ഹല്ലേലൂയ ആമേൻ ഒരു വിഷയം എല്ലാവർക്കും ആമേൻ. നമ്മൾ കൂടി വന്നാൽ നമുക്കൊരു കൂട്ടായ്മ, നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമുക്കവിടെ എല്ലാ തരത്തിലുള്ള പരീക്ഷ വേണം, അതാസമയമുള്ള ആഹാരം വേണം, അതാസമയത്തിൽ മറ്റുള്ള എല്ലാ സംരക്ഷണങ്ങളും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ യേശുവിൻ്റെ പുറകെ കടന്നു വന്ന ശിഷ്യന്മാരും പുരുഷാരത്തിനും വിശന്നപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്. അവിടെ വായിച്ചാട്ടെ, ആ വചനം തന്നെ വായിച്ചാട്ടെ. അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ഇവിടെ ഒരു ബാലകനുണ്ട്, ഒരു ബാലനുണ്ട്. യേശു ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പറയാണ്, ഇവിടെ ഒരു ബാലനുണ്ട്, ബാലന്റെ പക്കല് 5 അപ്പമുണ്ട്, മീനുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനെ വാങ്ങി യേശു അതിനെ വാഴ്ത്തി നുറുക്കി ഹല്ലേലൂയ എല്ലാവർക്കും കൊടുത്തു തൃപ്തി വരുത്തിയെന്ന് അവരെ മുട്ട് ഇല്ലാതെയാക്കി, അവരുടെ മുട്ടിന് പരിഹാരം വരുത്തി എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ശേഷം 12 കുട്ടം നിറച്ചെടുത്തു വന്ന്. അതുപോലെ ഇന്ന് പകൽക്കാലത്ത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്നൊരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവനിൽ വിശ്വസിക്കുക, അവനോടുകൂടെ നടക്കുക, അവനെ അനുഗമിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെ ദൈവം കർത്താവ് നമ്മളെ മാറ്റുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ യോഹന്നാൻ 6:30 എത്ര വായിച്ചത്? 6:8 വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. 6:30 വായിച്ചാലും അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അവിടെ പറയപ്പെടുന്നത് മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാര് ആമേൻ മന്ന തിന്നു, സ്വർഗീയ ഭോജനം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി, അവരെ മുട്ടു തീർത്തു. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് ചെയ്യുന്ന യേശു പറഞ്ഞത്, ഞാൻ തന്നെ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. അവൻ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവെ അനുസരിക്കുക. അവൻ നമുക്ക് നമ്മുടെ മുട്ടുകളൊക്കെ മാറ്റിത്തരുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 വായിച്ചു വേഗത്തിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 വായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ. നാലിന്റെ 19. ഹല്ലേലൂയ. 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, വേദനകൾ എന്തിനെ ചൊല്ലിയാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? ഏതിനെ ചൊല്ലിയാണ്? ശാരീരികമായിട്ടാണോ, മാനസികമായിട്ടാണോ, കുടുംബ സംബന്ധമായിട്ടാണോ? ഏത് തലത്തിലാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്?
എല്ലാത്തിനും പരിഹാരം വരുത്തുന്ന ഒരു ദൈവം, ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, ഞങ്ങളുടെ സഭയെ ഇന്ന് പകൽക്കാലത്ത് സമ്പൂർണ്ണമായി അങ്ങയുടെ സന്നിധി സമർപ്പണം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. അങ്ങ് എല്ലാവരെയും അനുഗ്രഹിച്ചാലും കർത്താവ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ തലമുറയായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും. നമ്മൾ വിശ്വസിക്കുക. നാളുകളിൽ നമുക്ക് ഇത്ര പേര് വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ കഴിയും. വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഇവിടെ നമ്മൾ 34 സങ്കീർത്തനത്തിലൂടെ വായിപ്പാനിടയിൽ തീർന്നു. അതിൻ്റെ ആമേൻ അവിടെ സ്തോത്രം, അവിടെ ഹല്ലേലൂയ ആമേൻ 9 അതിൻ്റെ 34:9 യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. 10-ാം വചനം ഇപ്രകാരമാണ്, ബാലസിംഹങ്ങളെ ഇരകിട്ടാതെ വിശദിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുട്ടുവരത്തില്ല. ബാലസിംഹങ്ങൾ എന്ന് പറയുന്നത് ലോകപ്രകാരം ദൈവത്തിൽ വിശ്വസിക്കുക, ലോകപ്രകാരം നടക്കുന്നവർ, ലോകപ്രകാരം ലോകത്തിൽ ആശ്രയിച്ച് തിന്നും കുടിച്ചും ആനന്ദിച്ചും നടക്കുന്നവർ. എന്നാൽ ആ പ്രകാരമുള്ളവർ തളർന്നു പോകും. എന്നാൽ ദൈവത്തിലുള്ളവർ, വിശ്വാസത്തിലുള്ളവർ, അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി അവരുടെ ആമേൻ കഴുകന്മാരെ പോലെ അവർ ശക്തി പുതുക്കി ചിറകടിച്ച് അവർ പറന്നു തീരും. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ പേരേക്ക് താവേ എന്ന പകൽക്കാലത്തിലേക്ക് അങ്ങനെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങ് തന്നെ നടത്തിയാലോ അപ്പാ, തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തൻ്റെ ധനത്തിനൊത്തവണ്ണം ആമേൻ പകർന്ന് കർത്താവേ ഓരോരുത്തരുടെ ആവശ്യഭാരത്തിനൊത്തവണ്ണം അവർ ആമേൻ ആഗ്രഹിക്കുന്നതൊത്തവണ്ണം എല്ലാവർക്കും നൽകണമേ. ആയുസ്, ആരോഗ്യം എല്ലാം വർദ്ധിച്ചു വരട്ടെ. സൗഖ്യവും സമാധാനവും വർദ്ധിച്ചു വരട്ടെ അപ്പാ. സന്തോഷം വർദ്ധിച്ചു വരട്ടെ. യേശുവിൻ്റെ കരത്തിൽ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ്.